നമ്മളിപ്പോൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ നമ്മൾ കോഴികൾക്ക് ഫസ്റ്റ് ലെസോട്ട വാക്സിൻ കൊടുക്കുന്ന വീഡിയോ. അപ്പോൾ ഈ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഇതിന് ഫസ്റ്റ് സ്റ്റേജിലുള്ള ലെസോട്ട വാക്സിൻ കൊടുക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾ 24 കുഞ്ഞുങ്ങളുടെ വീഡിയോ വിരിഞ്ഞതിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ലെസോട്ട വാക്സിൻ കൊടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽസാണ്. അപ്പോൾ ഇവരെ നമ്മൾ ആദ്യം തന്നെ ഈ ബ്രൂഡിങ്ങിൽ നിന്ന് ഇപ്പോൾ ലൈറ്റിലാണ്, അപ്പോൾ അവരിൽ നിന്ന് പുറത്തേക്ക് മാറ്റുകയാണ്. പാത്രം അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബ്രൂഡിങ്ങിൽ നിന്ന് ജസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ ലെസോട്ട വാക്സിൻ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങുമ്പോൾ ഇതുപോലെയാണ് കിട്ടുക. നമുക്ക് 2 മെഡിസിനായിട്ടാണ് കിട്ടുക. ഇതൊരു ഐസ് ക്യൂബിൽ ഇട്ടിട്ടായിരിക്കും ഈ മെഡിസിൻ കിട്ടുന്നുണ്ടാവുക. ഇതാണ് ശരിക്കും അതിൻ്റെ മരുന്ന് വരുന്നത്. ഇതിൽ ഓൾറെഡി ലെസോട്ട എന്ന് എഴുതിയിട്ടുണ്ടാവും. പിന്നെ അത് എഴുത്തിനേക്കാട്ടും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൂടി നോക്കിയാൽ മതി. ഈ മൂടി ഈ ആഷ് കളറിലുള്ള മൂടിയായിരിക്കും ലെസോട്ടയുടെ. ഇനി വരുന്നത് IBD ഉണ്ട്. IBD വരുമ്പോൾ ഈ മൂടിയുടെ കളറ് ഗ്രീൻ കളറിൽ പച്ച കളറിലായിരിക്കും ഉണ്ടാവുക. ഇതേപോലെ തന്നെയാണ് R2BD വരുന്നത്. പക്ഷേ അതിൻ്റെ ഈ മൂടിയുടെ കളറ് റെഡ് കളറായിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തത് ലെസോട്ടയുടെ ആഷ് കളറ്, രണ്ടാമത്തത് IBDയുടെ ഗ്രീൻ കളറ്, 45 ദിവസത്തിന് ശേഷം R2B വാക്സിൻ കൊടുക്കുമ്പോൾ റെഡ് കളറ്, അങ്ങനെ 3 എണ്ണമായിരിക്കും. ഇനി ഇതേപോലത്തെ റോസ് കളറിലുള്ള ഒരു വാട്ടർ ഉണ്ട് ഇതിലേക്കാണ് നമ്മൾ ഈ മെഡിസിൻ ഇതാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊന്ന് ജസ്റ്റ് പൊട്ടിച്ചതിന് ശേഷം ഇത് ക്ലിയർ ആക്കുക. എന്നിട്ട് അതേപോലെ തന്നെ ഈ ഒരു മെഡിസിൻ്റെ ഇത് പൊട്ടിച്ച് കളയണം. ഇതിപ്പോൾ നമ്മളൊരു പ്ലെയർ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കിത് പ്രകാരം കൊണ്ട് അടത്തി കളയാൻ പറ്റും. ഇത് അടത്തി കളയുക. അതിന് ശേഷം ഈ മെഡിസിനിലെ ഇത് ഒന്ന് ടൈറ്റായി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഈ മെഡിസിൻ ഇതിലേക്ക് ഇങ്ങനെ ജസ്റ്റ് കുറച്ച് ഒറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ഇപ്രകാരം ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്താൽ മതി. നല്ല രീതിയിലും ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മെഡിസിൻ അലിഞ്ഞ് ചേരും. അലിഞ്ഞ് ചേർന്നതിന് ശേഷം ഇതിൻ്റെ മുത്തി ഇപ്രകാരം ഊരിയെടുക്കാൻ പറ്റിയാൽ എളുപ്പമായി. അതിനുശേഷം ഈ 2 മെഡിസിൻ കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അത് ഇപ്രകാരം നമ്മളതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കാം. അതിനുശേഷം ഇതിൻ്റെ ടോപ്പിൽ വേണമെങ്കിൽ വെച്ചിട്ട് നമുക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വേണമെങ്കിൽ ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ മെഡിസിൻ വല്ല ബാലൻസ് അതിലുണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കോളും. അപ്പോൾ കൃത്യമായിട്ട് അത് പോയി. ഇത് വലിയ ടൈം എടുത്ത് ചെയ്തിട്ട് മാക്സിമം ഒരു 3/4 മണിക്കൂറിനുള്ളിൽ ചെയ്ത് തീർക്കണം. 1 മണിക്കൂറാണ് പറയുന്നത്, പക്ഷേ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിനുള്ളിൽ ചെയ്ത് തീർത്താൽ അത്രയും ക്ലിയറായി. അപ്പോൾ ഇതിലുണ്ടായിരുന്ന മെഡിസിൻ ഇപ്പോൾ ഇതിലേക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ മെഡിസിൻ കയറി. ഞാൻ ഈ ഒരു സ്റ്റിക്കറൊന്ന് കളയാം, അപ്പോൾ മെഡിസിൻ ശരിക്കും കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ചുരണ്ടി കളയുന്നത്. നമ്മളിത് ഒന്ന് ഷെയ്ക്ക് ചെയ്യുന്നത്. ഇനി ഈ മെഡിസിനാണ് നമ്മൾ ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ കണ്ണിലേക്ക് വെറ്റിക്കുന്നത്. ആദ്യകാലത്ത് വന്നിരുന്നത് 2 തുള്ളി 2 കണ്ണിൽ നിന്ന് വെറ്റിക്കുന്നു. ഇപ്പോൾ വെച്ചിട്ട് വരുന്നതൊക്കെ തന്നെ 1 തുള്ളി മതി. ഇതിന് ഡോസേജ് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളിത് ഈ കോഴിക്കുഞ്ഞിനെ പ്രകാരം ഒരാളുടെ സഹായം ഉണ്ടെങ്കിൽ ഉഷാറായി. ഈ കോഴിക്കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ അടുത്തേക്ക് ഈ കണ്ണ് പിടിക്കുന്നു. ഈ കണ്ണിലേക്ക് ജസ്റ്റ് 1 തുള്ളി കണ്ണുമ്പോൾ കണ്ടല്ലേ പൊള്ളച്ച് നിൽക്കുന്നത്. അപ്രകാരം മാത്രം ചെയ്താൽ മതി. അത് ഈ കൊടുത്തതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നെക്സ്റ്റ് ഒരു കുഞ്ഞിനെടുത്ത് ഒരു സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഇത് കണ്ണിങ്ങനെ തെളിഞ്ഞ് കിട്ടുന്നുണ്ടാവും.
ഈ കണ്ണ് തെളിഞ്ഞ് കാണുന്നത് ഈ കണ്ണിലേക്ക് ഒരൊറ്റ തുള്ളി കെട്ടിച്ച് വന്നാൽ മതി. ആ തുള്ളി കാണാം അങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നത് കാണാം. ഓക്കെ, അതേപോലെ ഓരോന്നിനും നമ്മൾ കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് തന്നെ അതിലേക്ക് ഒറ്റിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ശരിക്കും നമുക്ക് കണ്ണ് ശരിക്കും തുറന്ന് അവർക്ക് കിട്ടണം. ജസ്റ്റ് ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ അവർ കണ്ണിട്ട് തുറക്കുന്ന സമയത്താണ് നമ്മൾ ഈ കണ്ണിലേക്ക് തെറ്റിക്കേണ്ടത്. കണ്ണിൻ്റെ മുകളിൽ മരുന്നിരിക്കേണ്ടത്. അത് പെട്ടെന്ന് തന്നെ കണ്ണിലേക്ക് ക്ലിയറായി കയറുകയും ചെയ്യും. ഇപ്രകാരം നമ്മൾ കണ്ടില്ലേ, ഓരോന്നിനകത്ത് കൊടുത്തു തീർക്കാം. കഷ്ടപ്പെട്ട് ക്ലിയർ ആക്കിയിട്ട് ഈ ലെസോട്ട IBD വാക്സിനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബാച്ചിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ നിന്നും വരുന്ന കുഞ്ഞുങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രതിരോധം കിട്ടിയിരിക്കും. ഈ പ്രതിരോധത്തിലൂടെ നമ്മൾ നല്ല തലമുറകളെയാണ്, നല്ല തലമുറ ബാച്ചുകളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് കംപ്ലൈൻറ്റുകളെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള ബാച്ചുകളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഈ പ്രകാരം ലെസോട്ട IBD R2B വാക്സിൻ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പ്രതിരോധം ഉണ്ടായിരിക്കും ഇവർക്ക്. മറ്റെന്ത് അസുഖം വന്നിട്ടുണ്ടെങ്കിലും ഇവർക്ക് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ രോഗത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും. ഇതൊക്കെ ക്ലിയറായി കൊടുത്തു കഴിഞ്ഞാൽ കോഴി വസന്ത എന്നുള്ള സംഭവം വരികയും ചെയ്യില്ല. ഇപ്പോൾ നമ്മൾ ഈ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ട് തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്താൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതും കമൻറ്റിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഇനി ഇതേപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് കോഴികളെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അഭിപ്രായവും നിങ്ങൾ ഇതേപോലെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാക്സിമം ഈ ചാനലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അമർത്തുക. മാക്സിമം എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്തു തരിക. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു.